ഗാന്ധിയുടെ ഘാതകനെ ചരിത്ര വിഷയമായി മാറ്റണമെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ അവർ പ്രതിഷേധിക്കും എന്ന് കരുതിയവരെ നിശബ്ദരാവുകയും ഇടതുപക്ഷ കക്ഷികളിൽ നിന്ന് ഒരു പ്രതിഷേധം, അംഗസംഖ്യ പരിമിതമായതുകൊണ്ട് പ്രതിഷേധം കൊടുങ്കാറ്റൊന്ന് ഉയർത്താൻ സഭാതലത്തിൽ അംഗസംഖ്യ കൊണ്ട് സാധ്യത പ്രതിഷേധിച്ചു. അത് പ്രതിഷേധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ചില കക്ഷികളുണ്ട്. പേരൊന്നും പറയേണ്ടത് എനിക്കറിയാം. അനങ്ങിയില്ല. അപ്പം അതുകൊണ്ട് അവർക്കറിയാം നാളെ എന്ത് ചെയ്യാൻ. നാളെ രാഷ്ട്രപിതാവ് ഗാന്ധിയല്ല, ഗാന്ധിയുടെ ഘാതകനായ രാഷ്ട്രപിതാവ് നാളെ മുതൽ എന്ന് പറഞ്ഞാൽ അതും കേട്ടിങ്ങനെ കാതുകൂർന്നിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് പറയില്ല എന്ന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ നെഞ്ചത്ത് കൈവച്ച് ഗാന്ധി രാഷ്ട്രപിതാവല്ല, രാഷ്ട്രപിതാവിൻ്റെ ഘാതകനാണ്, രാഷ്ട്രപിതാവിൻ്റെ ഘാതകനാണ് രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി കാര്യത്തിൽ പറയാൻ എന്താണ് അവകാശം? ഇന്ത്യൻ പാർലമെന്റ് പ്രതിപക്ഷം പാവങ്ങളുടെ പടത്തലവിൽ നൽകി പറഞ്ഞേക്ക് അദ്ദേഹമല്ല പ്രതിപക്ഷ നേതാവ് പറയാനില്ല. ഞാൻ പറഞ്ഞു വന്നത് ചരിത്രമായി സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് ചരിത്രമായി സൂക്ഷിക്കുകയാണ്. എന്താണോ നാടിൻ്റെ ചരിത്രം, എന്താണോ നാടിൻ്റെ പൈതൃകം, അത് സൂക്ഷിക്കാൻ. അറക്കൽ രാജകുടുംബവും ചെറുക്കൽ രാജകുടുംബവും നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് സ്വീകരിച്ച നിലപാടുകൾ, അതിൻ്റെ പ്രതിച്ഛലികൾ, അതിൻ്റെ പ്രതികരണങ്ങൾ, അതെല്ലാം ഈ നാടിൻ്റെ അമൂല്യമായ സമ്പത്തായി സൂക്ഷിക്കപ്പെടണം. അതിനു പകരം അറക്കലും ചെറുക്കലും ഒന്നല്ല, ഇതെല്ലാം നമ്മളാണെന്ന് പറഞ്ഞ് ചരിത്രം സൂക്ഷിക്കാൻ കഴിയുക. ആ ചരിത്രത്തിൻ്റെ ഭൂതകാല ചരിത്രത്തിൻ്റെ അവിസ്മരണീയമായ ഹൃദയധ്വനികൾ സൃഷ്ടിക്കുകയാണ് പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ സത്യന്ധമായ ചരിത്രം. അതാണ് നമുക്ക് കൈത്തറി മ്യൂസിയം ആരംഭിച്ചെടുക്കാം. കൈത്തറി കണ്ണൂർ ജില്ലയുടെ ഒരു പ്രത്യേക സംഭവം തെയ്യം മ്യൂസിയം. പിന്നെ നേതാക്കന്മാരുടെ മ്യൂസിയം കൊണ്ട് പോകും. KTV മ്യൂസിയം അടുത്ത് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരുപാട് വിക്കറ്റുകൾ നാമധേയത്തിലുള്ള മ്യൂസിയങ്ങൾ, ചരിത്രങ്ങൾ, ചരിത്ര വസ്തുതകൾ ഇതെല്ലാം ഉണ്ട്. ഇത് പുതിയ തലമുറ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഈ മഹാരാജ്യത്തിൻ്റെ സൃഷ്ടികർത്താക്കളായി ചരിത്രത്തിൻ്റെ അവിസ്മരണീയമായ കർമ്മമേഖലകളിൽ സചേതനമായി ഇപ്പോഴും ജീവിക്കുന്ന മഹാവ്യക്തിത്വങ്ങളാണിവർ. ആ നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ആത്മാഭിമാന ബോധം ഉണ്ടാക്കാൻ ആ ചരിത്രം അറിയുന്നത്. ഇതെല്ലാം തിരസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്തേക്ക് നമ്മുടെ നാടിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിനകത്ത് ഒരുപാട് ചരിത്രപരമായ ദേശീയ നേതാക്കന്മാരുടെ ഛായാചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പലതും മാറ്റപ്പെട്ടു എന്നാണ് പറഞ്ഞത്. മാറ്റപ്പെട്ടതാണ്, അതെടുത്ത് വേണ്ടി ചെറിയതാണോ എന്നെല്ലാം ആർക്കും പറയാൻ കഴിയില്ല. ദൈവത്തിന് പോലും പറയാൻ കഴിയില്ല. കാരണം അതാണ് നടക്കുന്ന അവിടെ. അത് നാളെ എന്ത് സംഭവിക്കും, ഇന്നലെ സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത നിലയിൽ അത്യന്തം ഭ്രാന്തമായ ഒരു നീക്കം നാട്ടിൽ നടക്കുന്നു. മതത്തിൻ്റെ പേരിലാണ് ശരി, ഏതിൻ്റെ പേരിലാണ് ശരി. ആ സാഹചര്യത്തിലാണ് ഇതാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രം. ആ ചരിത്ര രേഖകൾ ഇതാണ്. ആ രേഖകളെ പ്രതിസ്പന്ദിക്കുന്നതാണ് ഈ വിഷയങ്ങൾ. ഇതൊക്കെ പറയാൻ കഴിയില്ലെന്നാൽ എപ്പോഴും മനസ്സിലാക്കിയ തലമുറ. കേരളം രാഷ്ട്രീയ പ്രബുദ്ധമാണ്, വിദ്യാഭ്യാസ പ്രബുദ്ധമാണ്, സാംസ്കാരിക പ്രബുദ്ധം നമ്മൾ ശ്വാസം മുട്ടുന്നതാണ് കേരളം. പക്ഷേ ഈ പറയുന്ന സാംസ്കാരിക ബോധത്തിൻ്റെ അലംഘനീയമായ മുന്നേറ്റം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ കേരളത്തിൽ ഒന്നും നടന്നിട്ടില്ല. തലസ്ഥാന നഗരിയിൽ നിൽക്കറിയാം 1 കോടി താളിയോടെ ഗ്രന്ഥങ്ങളിൽ അക്ഷരം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ണൂർക്കാർ ഈ സദസ്സിനെ ചോദിക്കുക, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പോയിട്ടില്ല, കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? കാണുന്നത് രണ്ടാമത്തെ കാര്യം.
നമ്മൾ തിരുവനന്തപുരത്ത് ചെന്നാൽ കന്യാകുമാരി പോകും, മറ്റെവിടുത്തെ പോകും, ഇവിടെ പോകും, ശിവശാലകളിൽ പോകും. ഇതന്നെ കന്യാകുമാരി പോകണ്ടെന്നല്ല പറയുന്നത്. ലോകരംഗത്തെ പ്രശസ്തരായ വിദ്യാഭ്യാസ പ്രമുഖന്മാരും സ്ഥാപനങ്ങളും അവിടെ വന്ന് കാണുകയും അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്താണിത്? എന്തായി സംഭവം? ഭാഗ്യവശാൽ നമ്മുടെ ആരും പോയി ബുദ്ധിമുട്ട് അറിയില്ല. പ്രബുദ്ധരാണ് നമ്മൾ. പ്രബുദ്ധത കൊണ്ട് ശ്വാസം മുട്ടുന്നതാണ്. പക്ഷേ ഈ സാംസ്കാരിക കേരളത്തിന് ആ നിലയിൽ ആ ചരിത്രബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദൃശ്യവും അദൃശ്യവുമായ സൂക്ഷിപ്പുകൾ കാണാൻ മനസ്സുണ്ടായിട്ടില്ല. അത് സൂക്ഷിക്കണം. അതിലാണ് ഈ വകുപ്പുകളുടെ പൈതൃകം. എന്താണ് ഈ രാജ്യത്തിലെ പൈതൃകം? ആ പൈതൃകത്തിൻ്റെ ഉടമകൾ ആരാണ്? ഇതെല്ലാം നമുക്ക് കാണണ്ടേ, കേൾക്കണ്ടേ? അതുകൊണ്ട് കാര്യം നിസ്സാരണീയല്ല. നാളെ ഉണർന്നെഴുന്നേറ്റാൽ എന്താണെന്ന് നോക്കാം. നിസ്സാരപ്പെട്ട ഒരു അനുഭവം. നിസ്സാരം അല്ലെങ്കിലും കഴിഞ്ഞ വർഷമാണ് ദേശീയ ദിനാഘോഷ പരിപാടികളിൽ ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള ത്രിവർണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യണമെന്ന് തീരുമാനിച്ചു. നമ്മുടെ കേരളത്തിലെ ഖാദി ബോർഡ് പറഞ്ഞു, ഇന്ത്യ രാജ്യത്തിന് ആവശ്യമായ ദേശീയ പതാക എത്ര വേണമെങ്കിലും അതിൻ്റെ കണക്ക് പറഞ്ഞാൽ മതി, അത് കൃത്യസമയത്ത് ഉണ്ടാക്കി ദേശീയ പതാക സമർപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പി ജയരാജാവിൻ്റെ ഖാദി ബോർഡിൻ്റെ നമ്മുടെ മുഖരാജീഫികൾ പറയുന്ന ഖാദി പ്രസ്ഥാനത്തിൻ്റെ പുണ്യപുണ്യാണ് പഞ്ചീരം എല്ലാം. ഞാൻ പറഞ്ഞ നിസ്സാരപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു. നിസ്സാരം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലത് എങ്കിൽ പോലും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന വിഷയം സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല എന്ന് പറയാനാണ്. അത്രയെ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കി ദേശീയ പതാക, നാളെ ദേശീയ പതാക വേറെ ഏതെങ്കിലും പതാക ആവുകയില്ല എന്ന് പറയാൻ കഴിയുമോ? കാർഗിൽ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ? ഇതാണ് നാടിൻ്റെ സ്ഥിതി. ആ സാഹചര്യത്തിലാണ്. ഇതാണ് ചരിത്രം, ഇതാണ് ചരിത്ര സൃഷ്ടികൾ. ചരിത്രകാരന്മാരിതാണ് ചരിത്രത്തിൻ്റെ മഹാശക്തികൾ എന്ന് ചൂണ്ടിക്കാണിച്ച് ഇതായിരുന്നു നമ്മുടെ നാടിൻ്റെ ചരിത്രം എന്നെങ്കിലും ബോധ്യപ്പെടുത്താൻ ആവശ്യമായ പഠനാർഹമായ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ കഴിയേണ്ടത് നമുക്ക്. കേരള പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വിപുലമായ പൈതൃകോത്സവത്തിൽ നിന്ന് ഇനി 6 ദിവസത്തെ വീതിയാണ് കണ്ണൂർ. സവിശേഷമായ പൈതൃക ചരിത്ര സാംസ്കാരിക വീഡിയോപ്പുകളുടെ പ്രദേശമാണ് കണ്ണൂർ. ഈ പ്രദേശത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം രൂപീകരിക്കുന്നതിനും നമ്മുടെ പൈതൃകങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യകത ജനങ്ങളിൽ എത്തിക്കുന്ന ഉദ്ദേശമുള്ള ഇത്തരത്തിലൊരു പൈതൃകോത്സവം സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ആ കാഴ്ചപ്പാടോടുകൂടിയാണ്. കണ്ണൂർ ടൗൺ സ്ക്വയറിൽ സമീപ പ്രദേശങ്ങളായ മുണ്ടേരി, അറക്കൽ, ഭരണശ്ശേരി, CSI, ഇംഗ്ലീഷ് പള്ളി എന്നിവിടങ്ങളിലുമായാണ് വൈവിധ്യമാർന്ന പരിപാടികൾ 6 ദിവസങ്ങളായി ഇറങ്ങിയത്. പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, പ്രദർശനങ്ങൾ, സംഗീത, കലാ അവതരണങ്ങൾ, പൈതൃക പദയാത്രകൾ എന്നിവയാണ് പൈതൃകോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഈ CSI പള്ളിയിൽ ഞാൻ ആദ്യത്തെ ചുമതലക്കാരനായപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ പറഞ്ഞൊരു ഒരു ബൈബിൾ ഉണ്ടായിരുന്നതിൻ്റെ അവശേഷങ്ങളാണ്